ഇപ്പൊ പുതിയൊരു പുസ്തകം കൂടി സിനിമയാകാൻ പോവുകയാണല്ലോ, അതിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? സിനിമ ട്രൈയിങ് ആണ്. റാം കെയർ ഓഫ് ആനന്ദ്. അതൊരു സിനിമാറ്റിക് നോവലാണ്. ഇപ്പോൾ ഒരാൾ പുതിയതായിട്ട് വായിക്കുന്ന ഒരാൾ കണ്ടു കഴിഞ്ഞാൽ വായിച്ചു കഴിഞ്ഞാൽ അതൊരു സിനിമ കാണുന്ന പോലെ കാണാവുന്ന ഒരു ബുക്കാണ്, സിനിമാറ്റിക് രീതിയിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അത് അപ്പോൾ തൊട്ട് തന്നെ അതിൻ്റെ വായനക്കാർ ഇതൊരു സിനിമ ആക്കി കൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കത് മനസ്സിൽ സായ് പല്ലവിയും പ്രണവ് മോഹൻലാലുമാണ് പണ്ട് തൊട്ടേ. ഞാനൊരു 2 വർഷമായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവരെ. പ്രണവിനെ പിന്നെ കിട്ടുന്നില്ല, എവിടെ ആണെന്ന് പോലും അറിയില്ല ആള്. നാട്ടിൽ വന്നു കഴിഞ്ഞാൽ കാണാനായിട്ട് ശ്രമിക്കുമ്പോൾ ആൾ പോവും. പിന്നെ സായ് പല്ലവീനെ കുഴപ്പമില്ല, പുള്ളിയെ നോക്കി കഴിഞ്ഞാൽ പുള്ളിക്കാരോട് പറയാനായിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ട്രൈയിങ് ആണ്. പ്രൊഡ്യൂസറിനെ കണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഉടനെ തന്നെ അതുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ ആദ്യത്തെ ഒരു നോവല് പ്രസിദ്ധീകരിക്കുന്നത് തന്നെ വളരെ സിനിമാറ്റിക് ആയ കുറെ സംഭവങ്ങൾ ഉണ്ടായിരുന്നല്ലോ, ക്രൗഡ് ഫണ്ടിങ് അങ്ങനെയൊക്കെ ആദ്യമായിട്ടാണ് നടക്കുന്നത്. എന്തൊക്കെയായിരുന്നു അന്നത്തെ ഓർമ്മകള്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് നിന്ന ആൾക്കാർ ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. ബുക്ക് ഞാനൊരു എഴുത്തുകാരനായത് ഞാൻ പറഞ്ഞല്ലോ, വീട്ടിൽ നിന്ന് അങ്ങനെ സപ്പോർട്ട്, പിന്നെ അധികം പൈസ, ഞങ്ങൾ സാധാരണ ഒരു ഫാമിലി, ആലപ്പുഴയിൽ തീരദേശത്തുള്ള ഒരു ഫാമിലിയാണ്. അപ്പോൾ ഞാനൊരു ബുക്ക് പബ്ലിഷ് ചെയ്യണമെന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ പൈസ ഇല്ല ചെയ്യാനായിട്ട്. പ്രത്യേകിച്ച് ഞാൻ പഠിക്കുകയാണ്, ഫീസ് അടയ്ക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ സമയത്ത് ഞാൻ ഫേസ്ബുക്ക് ഈ ബുക്കുകൾ ഞാൻ ഓരോരോ ഇപ്പോൾ DC ബുക്സ്, മാതൃഭൂമി, അവർക്ക് എല്ലാവർക്കും അയക്കും. പക്ഷേ അവിടുന്ന് റിജക്റ്റ് ചെയ്യും. എന്നിട്ട് എൻ്റെ സിനിമാറ്റിക് എലമെൻ്റ് ഉള്ള ഒരു സാധനമാണ് സ്റ്റോറി ടെല്ലിങ്. ഞാനൊരു കഥ പറയുന്ന രീതിയിലുള്ള അതാണ് ഞാൻ എഴുതുന്നത്. അപ്പോൾ ഇങ്ങനെ റിജക്ഷൻ കിട്ടി കഴിഞ്ഞപ്പോൾ ഞാനും ഓർത്ത് നിർത്തിയേക്കാം. അങ്ങനെ നിർത്തിയ സമയത്ത് പിന്നെ ഫേസ്ബുക്ക് ആ സമയത്താണ് ആൾക്കാർ സ്റ്റാറ്റസ് ഒക്കെ ഇടാൻ തുടങ്ങി. 2010-11 കാലഘട്ടം. ഈ സമയത്ത് ഞാൻ ഇതെന്തെടുത്തു, ഓജോ ബോർഡാണ്, അതിങ്ങനെ ഡിവൈഡ് ചെയ്തു ചാപ്റ്റേഴ്സായിട്ട് 37 ആക്കിയിട്ട് ഓരോ ചാപ്റ്റർ ഇട്ടു. ആദ്യത്തെ ഇട്ടു, ആരും വായിച്ചില്ല. രണ്ടാമത്തെ ഇട്ടു, വായിച്ചില്ല. കളിയാക്കുമായിരുന്നു, നാട്ടുകാരൊക്കെ ഇഷ്ടംപോലെ കളിയാക്കും, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലെന്ന് പറഞ്ഞിട്ട്. 7ാമത്തെ ചാപ്റ്റർ ആയപ്പോൾ ഒരു വ്യക്തി, വിഷ്ണു ഷാജി എന്ന് പറയും, ഇപ്പം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, എൻ്റെ അടുത്ത കോളേജിൽ പഠിച്ച, എനിക്ക് ആ സമയത്ത് അറിയില്ല. പുള്ളി വായിച്ചിട്ട് ഇത് കൊള്ളാലോ എന്ന് പറഞ്ഞു. പുള്ളിയുടെ ക്ലാസ്സിലുള്ളവരെ കൊണ്ട് വായിപ്പിച്ചു, ആ കോളേജ് മൊത്തം വായിച്ചു. അങ്ങനെ ഞാൻ 37ാമത്തെ ചാപ്റ്റർ ഇടുമ്പോൾ 18,000-ന് മുകളിൽ വായനക്കാരുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ഭാഗത്തും ശരിയുണ്ട്. ഒരു സാധാരണക്കാരൻ വിചാരിച്ചാലും ആൾക്കാരെ കൊണ്ടുവരാം. ഒരു മീഡിയം മാറിയപ്പോൾ ആൾക്കാർ വന്നു. അങ്ങനെ ഇരുന്നിട്ട് പിന്നെ ഞാൻ ഇവരെ അപ്രോച്ച് ചെയ്തപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കാണിച്ച് അപ്രോച്ച് ചെയ്തിട്ട് ഇവരെ റിജക്റ്റ് ചെയ്തു, പബ്ലിഷിംഗ് കമ്പനികൾ. അപ്പോൾ ഞാൻ ഇവർക്ക് കമൻറ്റ് ഇട്ടു, എൻ്റെ ചെയ്യാൻ പൈസ ഇല്ല, അതുകൊണ്ട് നമുക്കിതിവിടെ നിർത്താം. 37ാമത്തെ ചാപ്റ്റർ തീർന്നു, ഇനി കഥ എപ്പോഴെങ്കിലും എഴുതാം. അപ്പോൾ ഇവരൊന്നും പിരിഞ്ഞു പോകുന്നില്ല. പിറ്റേ ദിവസം എല്ലാ ദിവസം വൈകുന്നേരം ഞാൻ പോസ്റ്റ് ഇടുന്നത്, രാത്രി 9 മണിയാകുമ്പോൾ. അപ്പോൾ ഇവർ എല്ലാ ദിവസം വന്നിട്ട് ഇങ്ങനെ നോക്കും, ഇനി പുതിയ കഥ വരുന്നുണ്ടോ. അപ്പോൾ ലാസ്റ്റ് അവരാരോ കമൻറ്റ് ഇട്ടു, എടാ നമുക്കെല്ലാവരും കൂടി ഇത് ബുക്കാക്കി വരുമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അവരെല്ലാവരും കൂടെ ഓജോ ബോർഡ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് തുടങ്ങി. ഞാനില്ല എൻ്റെ അകത്ത്. ഇവരെല്ലാം കൂടെ ഒരു വിഷു സമയത്ത് എല്ലാവരും കൂടെ ക്രൗഡ് ഫണ്ടിങ്, അതിൽ 200-100 രൂപ ഇട്ട ആൾക്കാർ വരെ ഉണ്ട്. എനിക്ക് 50,000 അക്കൗണ്ട് ഇട്ട് തന്നു. ഈ വിഷ്ണു വഴി എൻ്റെ അക്കൗണ്ട് നമ്പർ സംഘടിപ്പിച്ചിട്ട് അക്കൗണ്ട് ഇട്ടിട്ടെന്ന് പറഞ്ഞ് പോയി പബ്ലിഷ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ എഴുത്തുകാരനായ ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എല്ലാവരോടും എനിക്ക് കടപ്പാടുണ്ട്. ഈ ആ വായനക്കാരിൽ പലരും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സാണ് ഇപ്പോഴും. ഞങ്ങൾ കാണാറുണ്ട്, ഒരുമിച്ച് എവിടെയെങ്കിലും പോകാറുണ്ട്, ടൂർ പോകാറുണ്ട്. അങ്ങനെ ഒരു വലിയൊരു സംഘം തന്നെ എനിക്കുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് ഈ ക്യാഷാണോ ഒരു പ്രസാധകർക്ക് കൊടുത്തിട്ട് അവര് അച്ചടിച്ച് തരാതിരുന്നത്? അച്ചടിച്ച് തരായിരുന്നല്ല, അവര് ആദ്യമേ ഇത് കൊടുത്തിട്ട് പറ്റിച്ചായിരുന്നു. ഓക്കെ. അതായത് ബുക്ക് തരത്തില്ല, നമ്മൾ എഴുതിയ ഒരു ബുക്ക് തരേണ്ടത് നമുക്ക് അവകാശമാണല്ലോ. അങ്ങനെ പറ്റിച്ചു. കോഴിക്കോടുള്ള ഒരു പ്രസാധകരാണ്. പുള്ളിയുടെ ചോദിക്കുമ്പോൾ പുള്ളി എന്തെങ്കിലുമൊക്കെ പറയും. പക്ഷേ എൻ്റെ ബുക്ക് ഞാൻ പലയിടത്തും പോകുമ്പോൾ കാണുന്നുണ്ട്, നമുക്ക് തരില്ല പക്ഷെ ബുക്കുണ്ട്. പിന്നെ ഞാൻ അതോടെ നിർത്തി, സെൽഫായിട്ട് ചെയ്തോളാം. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ വിഷമിച്ചിരുന്നപ്പോൾ അമ്മ പറഞ്ഞ്, അമ്മ അന്ന് വള ഉരി തന്നു, പോയി പണയം വെച്ചിട്ട് ബുക്ക് ഇറക്ക്. അപ്പോൾ ആ ഒരു വിശ്വാസം. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇത് പ്രിൻ്റ് ചെയ്യരുത്, വീട്ടിൽ ഇരുന്ന് ചെതലടിച്ച് പോകും, വീട്ടിൽ സ്ഥലമില്ല, ചെറിയ വീടാണ്, ഇവിടെ കൊണ്ടുവന്ന് വെക്കരുത്. അമ്മ പറഞ്ഞു നീ പോയി ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ പോയി കോഴിക്കോട് പോയി ഓരോ പ്രസ്സിൽ കയറി ഇറങ്ങി റേറ്റ് നോക്കി ഒരു പ്രീമിയർ പ്രിൻറ്റേഴ്സ് എന്ന് പറഞ്ഞ അവിടെ പോയിട്ട് ചെയ്തു, കൊണ്ടുവന്നു. കടകൾ എടുക്കുന്നില്ല, പുതിയ എഴുത്തുകാരനാണ്, ഒരു കട എടുത്തില്ല. ഇപ്പോൾ ഈവൻ ലുലുമാളിലുള്ള പ്രസിദ്ധമായിട്ടുള്ള കടകൾ പോലും എടുത്തിട്ടില്ല. ശരി എങ്കിൽ ശരിയെന്ന് വിചാരിച്ച് ഞാൻ ബാഗിൻ്റെ അകത്ത് ബുക്കും വെച്ചിട്ട് ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡിലേക്ക് കൊണ്ടുനടന്ന് വിറ്റു. ഇത് കഴിഞ്ഞിട്ട് ഞാൻ കുഴപ്പമില്ല, സെയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ജില്ലയിലും ഞാൻ പോകാൻ തുടങ്ങി. ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടും, ഞാൻ തിരുവനന്തപുരം ഉണ്ട്. അപ്പോൾ ഇത് കാണുന്നവരും വന്ന് വാങ്ങാൻ തുടങ്ങി. അങ്ങനെ 1000 ബുക്ക് ഞാൻ ഒരു മാസത്തിനുള്ളിൽ തീർത്തു. പിന്നെയാണ് ഇത് മൗത്ത് പബ്ലിസിറ്റി വഴി ഫേസ്ബുക്കിൽ റിവ്യൂസ് വരുന്നത്, ആമസോണിൽ കയറുന്നത്. ആമസോണിൽ ഞാൻ ലിസ്റ്റ് ചെയ്തു. അതിനിടയ്ക്ക് ഫ്ലിപ്കാർട്ടിൽ നെഗറ്റീവ് കമന്റ്സ് വന്നുകൊണ്ടിരുന്ന അങ്ങനെ ഒരു സംഭവം കൂടി ഇല്ലേ? അതുണ്ട്. ഫ്ലിപ്കാർട്ടിൽ എങ്ങനെയാണെന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഓർഡർ ആ സമയത്ത്, ഇപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല, ആ സമയത്ത് നമ്മൾ ഓർഡർ ചെയ്തിട്ട് ക്യാൻസൽ ചെയ്താലും അതിൻ്റെ അകത്ത് റിവ്യൂ ഇടാൻ പറ്റും.
അപ്പോൾ ആരാന്നറിയില്ല, ചുമ്മാ കയറിയിട്ട് ബാഡ് ബുക്ക് അത് ഇത്, എനിക്കറിയാം ഇതുവരെ ഒന്നും വാങ്ങിയിട്ടില്ല ഇത്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ അതൊരു ആക്രമണം പോലെ തന്നെയായിരുന്നു അല്ലേ ആ സമയത്ത്? അത് എനിക്കറിയില്ല, എന്തോ അങ്ങനെ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ താഴെക്കിടയിൽ കിടക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മൾ വളർന്നു വരുന്നത് മുകളിലുള്ളവർക്ക് അവർ കണ്ട് അഭിനന്ദിക്കും, പക്ഷെ അവരുടെ ഒപ്പം എത്താനായിട്ട് അവർ സമ്മതിക്കില്ല. ഓക്കെ, അവൻ വളർന്നോട്ടെ, കൈയടിക്കാൻ മറ്റുള്ളവരുടെ മുന്നിൽ, പക്ഷെ അവൻ അവിടെ നിൽക്കണം, ഒരു ലെവലിൽ നിൽക്കണം. അതിനപ്പുറം വളർന്നു കഴിഞ്ഞാൽ അതെന്തെങ്കിലും അവർക്ക് കൈകാര്യം ചെയ്യാൻ അറിയാം. അങ്ങനെ ഒരു രീതിയാണ് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു പലരുടെ സംസാരത്തിൽ നിന്ന്. പലരും സപ്പോർട്ട് ചെയ്ത ആൾക്കാർ പത്രത്തിലൊക്കെ വാർത്ത വന്നു തുടങ്ങി, പിന്നെ അവർ സൈലൻ്റായി, അതിനെപ്പറ്റി സംസാരിക്കില്ല അവർ. എന്താന്ന് പറഞ്ഞിട്ട് ഇവൻ എന്തിനാ പത്രത്തിൽ വരുന്നത്, അങ്ങനെയുള്ളൊരു മൈൻഡാണ് അവർ. ശരി, ഞാനപ്പോൾ ഓർത്തു, പിന്നെ പലരും നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ട് പല വഴിയിലൂടെ വിട്ടിട്ടുണ്ട്. സിനിമയാണെങ്കിലും പുസ്തകം ആരോടും പരാതിയില്ല. ഒരാളെ ഒരിക്കലും ഒരു വഴി അടച്ചു വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ വെള്ളമാണെങ്കിലും വന്നിട്ടിരുന്നാൽ അത് പൊളിച്ചു വരും. അപ്പോൾ എനിക്ക് ഒരു ഇതുണ്ട്, എനിക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ ഞാൻ അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരിക്കലും പിന്നോട്ട് വരാനായിട്ട് എനിക്ക് ഇഷ്ടമല്ല. എനിക്കൊരു വാശി കയറും. എന്നെ ആരെങ്കിലും പിന്നോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ടേ പോകത്തുള്ളൂ. അപ്പോൾ സത്യത്തിൽ ആ ഒരു വാശിപ്പുറത്ത് നേടിയതാണ് ഈ ബുക്ക് പബ്ലിഷിങ്. സ്വന്തമായിട്ട് തന്നെ ഈ ആമസോണിൽ ലിസ്റ്റ് ചെയ്തു. ഞാൻ പറഞ്ഞത് ആമസോണിൽ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് 74,000 റാങ്കായിരുന്നു. അത് പിന്നീട് ഇങ്ങനെ ആൾക്കാർ ഓർഡർ ചെയ്യുമ്പോഴാണ് കുറഞ്ഞിങ്ങനെ ഒരു ടോപ്പ് 100 ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ ഒരു 13,500 വന്നപ്പോൾ അതിൻ്റെ അകത്ത് മൊത്തം ഇംഗ്ലീഷ് ബുക്സാണ് നിൽക്കുന്നത്. ഞാനിത് കണ്ടപ്പോൾ ഇംഗ്ലീഷ് ബുക്സിൻ്റെ കൂടെ ഒരു മലയാളം ബുക്ക് ഓജോ ബോർഡ് കൊള്ളാം. അപ്പോൾ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് ഫേസ്ബുക്കിലിട്ടു. അപ്പോൾ ആൾക്കാർക്ക് കുറച്ചുകൂടെ, മലയാളികളാണല്ലോ, ഒരാളിങ്ങനെ കയറി വരുന്ന കണ്ടു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യും. അങ്ങനെ അവർ കയറി ഓർഡർ ചെയ്തത് ടോപ്പ് 100 വന്നു. അപ്പോൾ അവിടെ ഒരു പേജ് ഉണ്ട്, ടോപ്പ് 100 എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ അകത്ത് സ്റ്റീഫൻ കിങ്ങിൻ്റെ അങ്ങനെയുള്ള പല ആൾക്കാരുടെയും ബുക്സാണ്, അല്ലെങ്കിൽ ഫേമസ് മലയാളം ഓതേഴ്സിൻ്റെ. അപ്പോൾ അതിൻ്റെ അകത്ത് കയറിയപ്പോൾ എനിക്കൊരു സന്തോഷം. അത് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ടു. വീണ്ടും മലയാളികൾ സപ്പോർട്ട് ചെയ്തു. ആ കയറി ടോപ്പ് 25, ടോപ്പ് 10, ടോപ്പ് 5, ഒരു ദിവസം ഞാൻ ടോപ്പ് 1 നിൽക്കുകയാണ് ഓജോ ബോർഡ്. അതായത് ഞാനീ പറഞ്ഞ ഒരു കൂലിപ്പണിക്കാരൻ്റെ മകൻ ആഗ്രഹിച്ചാലും നമുക്ക് ഒരുപാട് വിചാരിച്ചു. എനിക്ക് എൻ്റെ ഇതുകൊണ്ട് ഞാൻ പ്രൂവ് ചെയ്തതാണ്. ഒരിക്കലും ഞാൻ ഇതൊക്കെ എല്ലാം ഉള്ള കാര്യങ്ങളാണ്, ചുമ്മാ പറയുകയല്ല. അപ്പോൾ എൻ്റെ ആ ഒരു കാര്യം തന്നെയാണ് ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത്. ഞാൻ എപ്പോഴെങ്കിലും ഡൗൺ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ ചിന്തിക്കുന്നത്, എനിക്ക് 21-22 വയസ്സുള്ളപ്പോഴേ സംഭവം. ആ സമയത്ത് നിനക്കിത് ചെയ്യാമെങ്കിൽ ഈ ഏജിൽ നിനക്ക് അതിൽ കൂടുതൽ ചെയ്യാം, എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു പോയിന്റ് നമ്മൾ തന്നെ മോട്ടിവേഷനായിട്ട് എടുക്കണം. മറ്റുള്ളവരെ നമുക്ക് കാണാം, അല്ലെ അത് അവരുടെ ജീവിതമാണ്, അവർ വന്ന വഴികളാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും പോയിന്റുകൾ നമ്മൾ നേടിയത് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്കതാണ് മോട്ടിവേഷൻ വലുത്. അപ്പോൾ അങ്ങനെയാണ് പിന്നീട് മുന്നോട്ട് ഓരോ ബുക്കും എഴുതിയത്. ഇപ്പൊ ഈ ഓജോ ബോർഡ് എന്ന് പറഞ്ഞ ബുക്കിന്റെ കാര്യം പറയുന്നു. അപ്പൊ ആ ഒരു ബുക്ക് സിനിമയാക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പൊ ഈ രോമാഞ്ചം എന്നുള്ള സിനിമയൊക്കെ കുറെ കൂടി ഓജോ ബോർഡ് കണക്റ്റഡ് ആയിട്ടുള്ള സിനിമകൾ വരുന്നു. പണ്ടൊരു അപരിചിതം എന്ന് പറഞ്ഞ സിനിമ അതുമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇത് സിനിമയാക്കണം എന്ന് ആഗ്രഹമുണ്ടോ? സിനിമ അതിൻ്റെ അകത്ത് ക്ലൈമാക്സ് കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു 12 വർഷം മുന്നേ എഴുതിയ കഥയാണ്. അപ്പോൾ കുറച്ച് അപാകതകളുണ്ട് എങ്കിലും, പക്ഷേ കുഴപ്പമില്ല. അതൊരു നല്ല സിനിമയായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. ക്ലൈമാക്സ് കൂടെ ഒന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ചെയ്യാൻ നോക്കുന്നുണ്ടോ ഇപ്പോൾ? ഞാൻ ഓജോ ബോർഡ് നോക്കുന്നില്ല, പക്ഷെ നോക്കണം എന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ ബുക്കുകളുടെ ഒക്കെ പ്രകാശനവും കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണല്ലോ ചെയ്യുന്നത്. ഇപ്പോൾ ഓജോ ബോർഡിന്റെ ചുടുകാട്ടിൽ വെച്ചിട്ടാണ് കേട്ടിട്ടുണ്ട്. അതുപോലെ മെർക്കുറി ഐലൻഡിൻ്റെത് പാതിരാമണൽ ദ്വീപിൽ വെച്ചിട്ടായിരുന്നു. അങ്ങനെയുള്ള ഐഡിയാസ് എവിടെ നിന്നാണ് കിട്ടിയത്? തന്നെ വരുന്നത്. ഞാൻ ഇരുന്നിട്ട് ഇങ്ങനെ ആലോചിക്കും, ഒരു ബുക്ക് എവിടെയാണ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഓജോ ബോർഡ് നോക്കിയപ്പോൾ ഞാൻ കുറേ ഇരുന്ന് ആലോചിച്ചു. ഒരു ഹാള് വിളിച്ചിട്ട് കുറേ ആൾക്കാരെ വിളിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെലിബ്രിറ്റിനെ കൊണ്ടുവന്ന് ചെയ്യിച്ച് കഴിഞ്ഞാൽ ഒരു വെറൈറ്റി ഇല്ല. ബുക്കുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു സ്ഥലമാണെങ്കിൽ നല്ലത്. ഇതിൻ്റെ അകത്ത് ചുടുകാട് സെമിത്തേരിയൊക്കെ വരും. സെമിത്തേരി ഞങ്ങളുടെ അവിടുത്തെ അച്ഛനൊക്കെ ചോദിച്ചപ്പോൾ നാട്ടുകാർ പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. ഇത് നമ്മൾ ചെന്നിട്ട് ചോദിച്ചപ്പോൾ ഇങ്ങനെ ഒരു സംഭവം എന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ കോർപ്പറേഷനിൽ മാഡം ഇങ്ങനെ ഇരുന്നു എന്നെ നോക്കിയിട്ട്, ഇനി ഞങ്ങൾക്ക് എന്തിനാ ചുടുകാട് ബുക്ക് പ്രകാശനം, എന്തോ ഒരു സ്ഥലമുണ്ട്. അവർ എൻ്റെ ഒരു ആഗ്രഹമാണ് കാല് പിടിക്കാൻ. ശരി, ഒരു റിക്വസ്റ്റ് എഴുതി വെക്ക് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ പോയിട്ട് ചെയ്തതാണ്. ഞാൻ വിചാരിച്ച ആരും വരത്തില്ലെന്ന് വിചാരിച്ചത്, പക്ഷെ അന്ന് നല്ല ക്രൗഡായിരുന്നു. എൻ്റെ ഫേസ്ബുക്കിൽ ഒരു കവർ പിക്കുണ്ട്, മീഡിയാസും ആൾക്കാരും ഒക്കെ നിറഞ്ഞിരിക്കുന്നത്. അത് ഓജോ ബോർഡിൻ്റെ പ്രകാശനം എൻ്റെ ബെസ്റ്റ് മൊമെൻ്റ് ലൈഫിൽ. അത്ര സപ്പോർട്ട് വിചാരിച്ചില്ല.